നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൗമ്യ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ഗോവിന്ദസ്വാമി ജയിൽ ചാടി 6 മണിക്കൂറിനകം പിടിയിലായി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും 10 വർഷം പുറകിലാണെന്ന് KPSTA. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു. ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി കല്ലമ്പാറയിൽ കന്നുകാലി പ്രദർശനവും ക്ഷീരകർഷക സെമിനാറും നടന്നു. വാർത്തകൾ വിശദമായി. ഗോവിന്ദസ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയ്യൂർ ജയിലിലേക്കാണ് മാറ്റുക. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് മാറ്റുകയെന്നാണ് വിവരം. വൈകുന്നേരം 4 മണിയോടെ ഗോവിന്ദസ്വാമിയെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ജയിലിലേക്ക് കൊണ്ടുപോവുക. ഇയാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ജയിൽ ചാടിയ ശേഷം കേരളം വിടാൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഗോവിന്ദസ്വാമി പോലീസിന് നൽകിയ മൊഴി. സംസ്ഥാനം വിടാനായിരുന്നു പദ്ധതിയെന്നും മോഷണം നടത്തി പണം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യമെന്നും ഗോവിന്ദസ്വാമി മൊഴി നൽകി. 1.5 മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ജയിൽ ചാടിയതെന്നും പാത്രങ്ങളും ഡ്രമ്മും ഉപയോഗിച്ചാണ് മതിലിന് മുകളിലേക്ക് കയറിയതെന്നും ഗോവിന്ദസ്വാമി പോലീസിനോട് പറഞ്ഞു. ഇന്ന് പുലർച്ചെ 1:30 ജയിൽ ചാടിയ ഗോവിന്ദസ്വാമിയെ 10:30 പോലീസ് കണ്ടെത്തിയത്. തളാപ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിനുള്ളിൽ നിന്നായിരുന്നു ഇയാളെ കണ്ടെത്തിയത്. കിണറ്റിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു ഗോവിന്ദസ്വാമി. ഇയാളെ പോലീസ് കണ്ണൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തത്. ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഹെഡ് വാർഡനെയും 3 വാർഡന്മാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്ന് ജയിൽ മേധാവി വ്യക്തമാക്കി. സെല്ലിൽ നിന്നിറങ്ങിയ ഗോവിന്ദസ്വാമി ക്വാറന്റീൻ ബ്ലോക്ക് വഴി കറങ്ങി മതിലിനടുത്തെത്തിയാണ് ജയിലിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായത്. തുടർന്ന് തുണി ഉപയോഗിച്ച് വടം ഉണ്ടാക്കി അത് മതിലിന് മുകളിലെ ഫെൻസിങ്ങിലേക്ക് എറിയുകയായിരുന്നു. ഇതുവഴിയാണ് പുറത്തേക്ക് ചാടിയത്. പുലർച്ചെ 5 മണിയോടെയാണ് ജയിൽ അധികൃതർ മതിലിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ വടം കണ്ടത്. ഇതോടെ ഓരോ സെല്ലുകളായി പരിശോധിച്ചു. ഗോവിന്ദസ്വാമി ജയിൽ ചാടി 3 മണിക്കൂറിലധികം കഴിഞ്ഞാണ് പോലീസ് അക്കാര്യം തിരിച്ചറിഞ്ഞത്. തുടർന്ന് CCTV ദൃശ്യങ്ങളും പരിസരവും പരിശോധിച്ചു. 6 മണിയോടെ ജയിൽ ചാട്ടം സ്ഥിരീകരിച്ചു. 7 മണിയോടെ മാത്രമാണ് പോലീസ് പരിശോധന ആരംഭിച്ചതും കണ്ണൂർ പോലീസിന് വിവരം കൈമാറിയതും. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും 10 വർഷം പുറകിലേക്കെന്ന് KPSTA തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ മെറിറ്റ് ഡേ ഉദ്ഘാടനം KPCC വക്താവ് സന്ദീപ് വാര്യർ നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മുഖ്യാതിഥിയായിരുന്നു. പ്രസിഡന്റ് ബിജോയ് എറണാകുളത്ത് അധ്യക്ഷത വഹിച്ചു. 2024-25 വർഷത്തെ ചെറിയാൻ മാസ്റ്റർ അവാർഡിന് AM ജെയ്സൺ മാസ്റ്റർ അർഹനായി. യോഗത്തിൽ സെക്രട്ടറി സെബി KJ, ട്രഷറർ വഹീദ ബാനു, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സാജു ജോർജ്, ജസ്റ്റിൻ ജോർജ്, ഷീന MJ, ശ്രീ പത്മനാഭൻ, ജയപ്രകാശ് PK, സ്റ്റാലിൻ ഷിൻഡോ, PR ദിലീപ് കുമാർ, ഷീജ ജോഷി, ഷിജോ ഡേവിഡ്, ജിജേഷ് AK, ഡെനി മാത്യു, രമാദേവി സമ്പത്ത്, ജോബിൻ ബെൻസ്, അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. മരോട്ടിച്ചാൽ ചീരക്കുണ്ട് സ്വദേശികളായ അണ്ടിക്കോടൻ വീട്ടിൽ പ്രസന്നൻ, പ്രദീപ് എന്നിവരുടെ കൃഷിയിടത്തിലെ തെങ്ങ്, വാഴ, കവുങ്ങ് തുടങ്ങിയ കൃഷികളാണ് ആനക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചത്. പ്രദേശത്ത് നിരന്തരം ആനശല്യം രൂക്ഷമാണ്. ഇതുമൂലം കർഷകർക്ക് ഓരോ ദിവസവും കടുത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്. കൃഷിസ്ഥലത്തേക്ക് ആന ഇറങ്ങാതിരിക്കാൻ വനാതിർത്തിയിൽ വൈദ്യുത വേലിയുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്നാണ് ആനക്കൂട്ടം കൃഷിയിടത്തിൽ എത്തുന്നത്. ഇത്തരത്തിൽ ആനശല്യം രൂക്ഷമായതോടെ പ്രദേശത്തെ കർഷകരും ദുരിതത്തിലാണ്. ആനശല്യം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ശാശ്വതമായ നഷ്ടപരിഹാരം സർക്കാരിൽ നിന്നും ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. പണം പലിശക്കെടുത്തും കടം വാങ്ങിയും കൃഷി ചെയ്യുന്ന കർഷകർ ഇതോടെ കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് നേരിടുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജ് സ്കാനിംഗ് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. നിസ്സഹായത ബോധ്യപ്പെടുത്തി റേഡിയോളജി വകുപ്പ് മേധാവിയും ആശുപത്രി സൂപ്രണ്ടും. സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും മെഡിക്കൽ കോളേജിനുള്ള അവഗണന തുടരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ OP, IP രോഗികൾക്ക്
അൾട്രാസൗണ്ട് സ്കാൻ, CT സ്കാൻ, MRI സ്കാൻ തുടങ്ങിയവ പരിശോധിച്ച് റിസൾട്ട് ലഭിക്കുന്നതിന് 2 മാസത്തിലധികം കാലാവധി വരുന്നതിനെക്കുറിച്ച് മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത പരാതിയിന്മേൽ 2025 ജൂലൈ 16 തൃശൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ വെച്ച് തെളിവെടുപ്പ് നടത്തി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് വകുപ്പ് മേധാവിയുടെ മറുപടി സഹിതം സമർപ്പിച്ചു. ഇതുപ്രകാരം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നാഷണൽ മെഡിക്കൽ മിഷൻ വകുപ്പിൽ ഉണ്ടാകേണ്ട ഫാക്കൽറ്റിയെക്കുറിച്ച് നിയമപരമായി പറയുന്ന തസ്തികകൾ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ള തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതായി കണ്ടെത്തി. പലരും കാസർഗോഡ് തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടിരിക്കുന്നു. 2 പേർ ശൂന്യവേതന അവധിക്ക് അപേക്ഷ കൊടുത്തിരിക്കുന്നു. ചുരുക്കത്തിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർമാർ ഇല്ലാത്ത വലിയ പ്രതിസന്ധിയാണ്. ഈ സാഹചര്യത്തിൽ രോഗികൾക്ക് ചെയ്തു വരുന്ന സ്കാനിങ്ങിന്റെ സ്ഥിതിവിവരക്കണക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കേണ്ട സംസ്ഥാന സർക്കാരും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 1 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5 ദിവസം തുടർച്ചയായി നടക്കുന്ന സമരത്തിൽ നിയമസഭാ സാമാജികരും ജനപ്രതിനിധികളും ട്രേഡ് യൂണിയൻ നേതാക്കളും പങ്കെടുക്കും. മണൽവാരൽ ഉടൻ അനുവദിക്കണം, സൈറ്റ് ഇൻഷുറൻസ് നടപ്പിലാക്കണം, ക്വാറി മാഫിയകളെ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വാർത്താ സമ്മേളനത്തിൽ KV ജയചന്ദ്രൻ, K മുരളീധരൻ, AM അശോകൻ, മഞ്ജുനാഥ്, P വിൽസൺ എന്നിവർ പങ്കെടുത്തു. ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി കല്ലമ്പാറയിൽ കന്നുകാലി പ്രദർശനവും ക്ഷീര കർഷക സെമിനാറും നടന്നു. ക്ഷീര വ്യവസായ സഹകരണ സംഘം പരിസരത്ത് നടന്ന കന്നുകാലി പ്രദർശനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MK ശ്രീജ, VG ദീപു പ്രസാദ്, മറ്റ് ജനപ്രതിനിധികളായ VS ഷാജു, C സുരേഷ്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ PR അനില തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ഷീര കർഷക സെമിനാറിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PR രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, പുഷ്പ രാധാകൃഷ്ണൻ, MA നസീബ തുടങ്ങിയ മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. കന്നുകാലികളിലെ രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ VM ഹരിദാസ് വിഷയാവതരണം നടത്തി. മൂല്യവർദ്ധിത പാലുൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിൽ ക്ഷീരവികസന ഓഫീസർ ഗ്രേസെ തച്ചിൽ വിഷയാവതരണം നടത്തി. അപ്പോൾ അതിലെല്ലാവരും പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത്തരമൊരു ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ ഈ പരിപാടി തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ നടത്താൻ തീരുമാനിച്ച ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെയും സംഘാടകരെയും തെക്കുംകര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. തെക്കുംകര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് 3ാമത്തെ ഘട്ടമാണ് ഇത്തരമൊരു പരിപാടി തെക്കുംകര പഞ്ചായത്ത് വെച്ച് നടക്കുന്നത്. തീർച്ചയായും ക്ഷീരമേഖല വലിയ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒരു പശുവായാലും 2 പശുവായാലും അതിനെ ഒരു ചെറിയ വരുമാന മാർഗമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വലിയ വ്യത്യസ്ത രീതിയിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാലിത്തീറ്റയുടെ വിലവർദ്ധന ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ ആ മേഖലയിലുണ്ട്. തീർച്ചയായും കല്ലമ്പാട് സൊസൈറ്റിയും ഈ പ്രാവശ്യം ഇത്തരം കാർഗിൽ വിജയ ദിവസത്തിന് മുന്നോടിയായി തലക്കോട്ടുകര അസീസി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും മുൻ സൈനികനും സ്കൗട്ട് മാസ്റ്ററുമായ ജോസ് C പോന്നോരിനെ സത്സംഗ് കൂനമൂച്ചി ആദരിച്ചു. സത്സംഗ് ചെയർമാനും 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറുമായ മേജർ PJ സ്റ്റൈജു ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ആദര സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാൻഡി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ സെലിൻ ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി ഡാളി BK എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. ജോസ് P പോന്നൂർ മറുപടി പറഞ്ഞു. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 27 VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് റെസ്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്സരങ്ങളുടെ സമാപനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. മത്സര വിജയികൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയെ പ്രതിനിധീകരിക്കും. ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നായി 400-ലധികം റെസ്ലിംഗ് താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ K ജോയ് വർഗീസ്, PN സുചിന്ത്,
PG ബബിൻനാഥ് എന്നിവരും പങ്കെടുത്തു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ താൽക്കാലിക നിയമനം. തൃശൂർ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. താൽപ്പര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ MPhil ക്ലിനിക്കൽ സൈക്കോളജി സർട്ടിഫിക്കറ്റ്, RCI രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ, തെരഞ്ഞെടുപ്പ് ID കാർഡ് എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ജൂലൈ 30 ബുധനാഴ്ച രാവിലെ 10:30 തൃശൂർ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഹാജരാകേണ്ടതാണ്. ഇന്റർവ്യൂവിന് ഹാജരാകുന്നവർ രാവിലെ 10-നും 11-നും ഇടയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04872383 ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ തൃശൂർ, പാലക്കാട് ജില്ലകൾ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്ട് 318Dയുടെ ക്യാബിനറ്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണം ജൂലൈ 27 നടത്തുമെന്ന് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിങ്ങാലക്കുട MCP കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങ് പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടറും ഒസ്വാൾ ഗ്രൂപ്പിന്റെ ചെയർമാനുമായ അരുണ അസ്വാൾ ഉദ്ഘാടനം ചെയ്യും. അതോടനുബന്ധിച്ച് 360 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ തുടക്കം കുറിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡിവിറ്റ്, ജെയിംസ് T. അഞ്ചേരി, രാജൻ K. നായർ എന്നിവരും പങ്കെടുത്തു. ഡിസ്ട്രിക്ട് 318 തൃശ്ശൂരും പാലക്കാടും അടങ്ങുന്ന ഡിസ്ട്രിക്ട് 318 ആ ഡിസ്ട്രിക്റ്റിൻ്റെ 25-26 വർഷത്തേക്കുള്ള ലയൺസ് ലീഡേഴ്സിനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥാനാരോഹണം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് 27-ാം തീയതി നടക്കുന്നത്. അതിലേക്ക് നിങ്ങളുടെ എല്ലാം തീർത്തും ശക്തമായ സഹായം ആവശ്യമുള്ളതുകൊണ്ട് ഇതെല്ലാം പുറം ലോകം അറിയുന്നത് നിങ്ങളിലൂടെയാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. ഇതിന് വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ T. ജയകൃഷ്ണൻ, അദ്ദേഹമാണ് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ അമേരിക്കയിൽ ഒർലാൻഡോയിൽ വെച്ചിട്ട് അദ്ദേഹം ഇന്റർനാഷണൽ പ്രസിഡന്റ് അടുത്ത് നേരെ ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് അവരോധിക്കപ്പെട്ട് അദ്ദേഹം ഇവിടെ കഴിഞ്ഞ
20-ാം തീയതി നാട്ടിലേക്ക് എത്തിക്കുക. ഒല്ലൂർ ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൽ 12 വർഷമായി ജോലി ചെയ്യുന്ന ബിന്ദു എന്ന യുവതിയെ അന്യായമായി സസ്പെൻഡ് ചെയ്തതായി ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബിന്ദു നേരിട്ട ദുരനുഭവങ്ങൾ, ചൂഷണം എന്നിവ സംബന്ധിച്ച് ഒല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ബിന്ദു പറയുന്നു. സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് സഹകരണ സംഘം രജിസ്ട്രാറെ അറിയിച്ചിട്ടും അന്വേഷണം നടത്തുന്നില്ലെന്നും ബിന്ദു പറയുന്നു. ഇപ്പോൾ പോലീസ് കമ്മീഷണർക്ക് പരാതി സമർപ്പിച്ചതായും കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം ആരംഭിച്ചതായും ഈ സംഭവങ്ങൾക്ക് പിന്നിൽ പ്രസിഡന്റ് ശശി പോട്ടയിൽ, സെക്രട്ടറി നിഷ അബീഷ് എന്നിവരാണെന്നും ബിന്ദു പറയുന്നു. കെൽട്രോണിൽ ജേർണലിസ്റ്റ് പഠനം. കോഴിക്കോട് സെന്ററിൽ അപേക്ഷകൾ ക്ഷണിച്ചു. കെൽട്രോൺ നടത്തുന്ന മാധ്യമ കോഴ്സുകളുടെ 2025-26 വർഷത്തെ ബാച്ചുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജീസ്, പോസ്റ്റ് ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജീസ്, ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജീസ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ബിരുദധാരികൾക്കും +2 കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. മാധ്യമ സ്ഥാപനങ്ങളിൽ പരിശീലനം, ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് സപ്പോർട്ട് എന്നിവ നിബന്ധനകൾക്ക് വിധേയമായി ലഭിക്കും. പത്രപ്രവർത്തനം, ടെലിവിഷൻ ജേർണലിസം, ഓൺലൈൻ ജേർണലിസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത മാധ്യമ പ്രവർത്തനം, വാർത്താ അവതരണം, ആങ്കറിംഗ്, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, PR അഡ്വർടൈസിംഗ് എന്നിവയിലാണ് പരിശീലനം ലഭിക്കുക. കോഴിക്കോട് ജില്ലയിലെ കെൽട്രോൺ സെന്ററിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 30 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9544958182. കാർഷിക സർവകലാശാല പെൻഷൻകാരുടെ സമരം 36 ദിവസം പിന്നിട്ടു. തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ കാർഷിക സർവകലാശാല ഉടൻ പെൻഷൻകാർക്ക് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പെൻഷനേഴ്സ് ഫോറം നടത്തിവരുന്ന സത്യാഗ്രഹം 36 ദിവസം പിന്നിട്ടു. ഇന്നത്തെ സത്യാഗ്രഹം കോർപ്പറേഷൻ കൗൺസിലർ അനീസ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുതിർന്ന പൗരന്മാർ നടത്തുന്ന സഹന സമരം ഒത്തുതീർപ്പാക്കാൻ സർവകലാശാല അധികൃതർ തയ്യാറായില്ലെങ്കിൽ പൊതുജനാധിപത്യമുള്ള പ്രസ്ഥാനങ്ങൾ സമരം ഏറ്റെടുക്കുമെന്ന് അനീസ് പറഞ്ഞു. ഡോക്ടർ രഞ്ജൻ എസ് കരിപ്പായി അധ്യക്ഷത വഹിച്ചു. PM ശാരദ, VS സത്യശീലൻ, രമേശ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ME രാജൻ, PM ശാരദ, VD ദീപ, ഡോക്ടർ S എസ്റ്റലിറ്റ, ഡോക്ടർ CS ഗോപകുമാർ, CK ജയരാജൻ, PP പ്രേമ, രാധാകൃഷ്ണൻ MV, സജീവൻ KS, ശ്രീകുമാർ PK എന്നിവർ സത്യാഗ്രഹമിരുന്നു. പിന്നാമ്പുറത്തേക്ക് നിൽക്കുന്ന രജിസ്ട്രാർ ഉൾപ്പെടെ, മുൻപ് സമരം ഉൾപ്പെടെ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സമരം നടത്തുകയാണ്. രജിസ്ട്രാർ ഉൾപ്പെടെ ഇവിടുത്തെ കീഴിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ പെൻഷനേഴ്സ് ഫോറം ഇവിടെ സമരം ചെയ്ത് 36-ാം ദിവസം എത്തി നിൽക്കുമ്പോൾ കേവലമായി ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ഈ സമരം എന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടാകണം. ഒരുപക്ഷെ മുൻകാലങ്ങളിലെ ആളുകൾ പറയുന്നത് പോലെ പച്ചയില കാണുന്ന സമയത്ത് ആരും തന്നെ അതുകൊണ്ട് വല്ലാണ്ടങ്ങ് തുള്ളാൻ നിൽക്കരുത്. കാരണം ഒരു ചരിത്രത്തിന്റെ വസ്തുത എന്ന നിലയിൽ, അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ആവശ്യകത എന്ന നിലയിൽ നിങ്ങളും ഒരു നാൾ ഇത് പഴുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അന്ന് നിങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നത്തെയാണ് ഇന്ന് പെൻഷനേഴ്സ് ഫോറം അഡ്രസ് ചെയ്തുകൊണ്ട് ഈ സമരപന്തലിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യബോധം അയാളുടെ ശിങ്കിടികളായി നിൽക്കുന്ന കേരള കാർഷിക സർവകലാശാലക്കകത്ത് ഉദ്യോഗസ്ഥ വൃന്ദം മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കുമെന്നുള്ളതാണ് ആദ്യമേ സൂചിപ്പിച്ചു പോകാനുള്ളത്. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം എവിടെ ചെലവഴിച്ചു എന്ന് നിങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്ന ഉത്തരം, ഗവൺമെന്റ് സർവീസിലേക്ക് കയറി രാവിലെ 10 മണി മുതൽ 5 മണി വരെ എന്ന ക്രമീകരിച്ച സമയത്തിനപ്പുറത്തേക്ക് തങ്ങളുടെ എല്ലാ ഊർജവും അതുപോലെ തന്നെ തങ്ങളുടെ യൗവനം ഉൾപ്പെടെ. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ
സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി സ്കൂൾ പരിസരത്ത് നിന്ന് കഞ്ചാവുമായി അറസ്റ്റിലായ യുവാവ് റിമാൻഡിൽ. കൊടുങ്ങല്ലൂർ, തിരുവള്ളൂരുള്ള സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി നിരോധിത മയക്കുമരുന്നായ കഞ്ചാവ് കൈവശം സൂക്ഷിച്ചതിനാണ് ലോകമലേശ്വരം ഗുരുദേവ നഗർ സ്വദേശി ഒളിപ്പറമ്പിൽ വീട്ടിൽ ഷബീബ് ഷാ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. അതിഥി തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത കേസിൽ പ്രതി മുഹമ്മദ് സാലിഹ് റിമാൻഡിൽ. ബീഹാർ സ്വദേശിയായ അജയ് ഭഗത് എന്നയാളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കവർച്ച ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിനാണ് നിരവധി കേസിലെ പ്രതിയായ പുത്തൻചിറ പിണ്ടാണി സ്വദേശി പനങ്ങായി വീട്ടിൽ മുഹമ്മദ് സാലിഹ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ മാള, കാട്ടൂർ, ആളൂർ പോലീസ് സ്റ്റേഷനുകളായി നിരവധി കേസുകൾ നിലവിലുണ്ട്. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, SI ബെന്നി KT, ASI നജീബ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് കമ്മീഷൻ വാങ്ങി പണം കൈമാറുന്നതിനായി ബാങ്ക് അക്കൗണ്ട് കൈമാറിയ പ്രതിയെ കോഴിക്കോട് നിന്ന് പിടികൂടി. കോഴിക്കോട് കക്കാട് കളത്തിങ്കൽ പുറൈ വീട്ടിൽ മുഹമ്മദ് നസീബാണ് കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. തട്ടിപ്പിനിരയായാൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ VK, സബ് ഇൻസ്പെക്ടർമാരായ തോമസ്, CPOമാരായ നിനൽ, അബീഷ്, എബ്രഹാം എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കട്ടിലപ്പൂവം മുളന്താനത്ത് ഇട്ടൻ ഭാര്യ റാഹേൽ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10:30 കട്ടിലപ്പൂവം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൗമ്യ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ഗോവിന്ദസ്വാമി ജയിൽ ചാടി 6 മണിക്കൂറിനകം പിടിയിലായി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും 10 വർഷം പുറകിലാണെന്ന് KPSTA. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു. ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി കല്ലമ്പാറയിൽ കന്നുകാലി പ്രദർശനവും ക്ഷീരകർഷക സെമിനാറും നടന്നു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.